ഇനി ബോർഡ് മാസ് റൂള് ഉപയോഗിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റൂളിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. BOD MAS ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഏതൊക്കെ തരമുണ്ടെന്ന് പഠിച്ചു. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ നോക്കുക, സിംപ്ലിഫൈ. 14 മൈനസ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വന്നു, 21 മൈനസ് 28 മൈനസ് 14 മൈനസ് 3 ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തു. ഇത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ആ ബാർ ബ്രാക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ പെൻസിലും ഇല്ല, സിംഗിൾ ബ്രാക്കറ്റാണ് ഇവിടെ കൊടുക്കും. 14 മൈനസ് 3 അത് മാത്രം സോൾവ് ചെയ്ത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 14 3 പോയാൽ 11, അതിവിടെ ഇട്ടിരിക്കുന്നു. ബാക്കിയെല്ലാം സെയിം പോലെ എടുത്തെഴുതി. ഇനി 28 മൈനസ് 11 അവിടെ നമ്മൾ എഴുതേണ്ടത്. 28 മൈനസ് 11, ബാക്കിയെല്ലാം സെയിം. ഇതാണല്ലോ ഡബിൾ ബ്രാക്കറ്റിനുള്ളിലുള്ളത്. 28 11 പോയാൽ 17, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഈ 17 മാത്രമായിട്ടുള്ള സ്ക്വയർ ബ്രാക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു മൈനസ് 21 മൈനസ് 17. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞ് മൈനസ് 21 മൈനസ് 17 മൈനസ് 38. മൈനസ് രണ്ടും മൈനസാണ്. അപ്പോൾ അത് മൈനസ് പ്ലസ് മൈനസ് 38, നെഗറ്റീവ് 38. 14 മൈനസ് 38. ഈ മൈനസ് കൊണ്ട് ഈ ഉള്ളിലെ മൈനസിനെ ഗുണിക്കണം ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോഴും. അപ്പോൾ ഇത് പ്ലസ് 14 പ്ലസ് 38 ആവും. ആൻസർ 52. അടുത്ത എക്സാമ്പിൾ നോക്കുക. 44 മൈനസ് 33 മൈനസ് 44 ഇൻറ്റു 33 മൈനസ് 44 മൈനസ് 33 ബ്രാക്കറ്റിലെല്ലാം ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഏറ്റവും ഉള്ളിൽ ഏതാ? 33 മൈനസ് 44 മൈനസ് 33. അപ്പം 33 പ്ലസ് ആണ്. ഇത് മൈനസ് 44, ഇത് മൈനസ് 33. മൈനസ് 44 മൈനസ് 33 മൈനസ് 77. 33 മൈനസ് 77. 33 മൈനസ് 70. അപ്പം കുറയ്ക്കുന്നതിന് സങ്കലന വിപരീതം കൂട്ടുക. അപ്പോൾ 33 നിന്ന് 77 പോയാൽ മൈനസ് 44, അതിവിടെ എഴുതി. ബാക്കിയെല്ലാം സെയിം. അപ്പം 44 മൈനസ് 44. ഇത് 44. ഇത് ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ മുൻപിലുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇവിടെ ഗുണനമാണ്. അപ്പം 44 ഇൻറ്റു മൈനസ് 44, അപ്പം മൈനസ് 1936. ഇവിടെ ബ്രാക്കറ്റിന് മുമ്പിൽ മൈനസ് ചിഹ്നം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇതിന് ഇത് കുറയ്ക്കുക വേണ്ട. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? മൈനസ് ആകുമ്പോൾ ആഡ് ചെയ്യണം. ഈ മൈനസിനെ ഈ മൈനസിന് ഗുണിച്ചാൽ ഇത് പ്ലസ് ആവും. അപ്പം 44 മൈനസ് 33 പ്ലസ് 1936 എന്നാണ് വരിക. 44 മൈനസ് 33 പ്ലസ് 1936. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1969. 44 മൈനസ് 1969. അപ്പം 44 മൈനസ് 1909. സങ്കലന കുറയ്ക്കുന്നതിന് സങ്കലന വിപരീതം കൂട്ടുക, ചിഹ്നങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കേണ്ടത്. അപ്പോൾ ഈ 1969 നിന്ന് 44 കുറച്ചിട്ട് നെഗറ്റീവ് മൈനസ് ചിഹ്നം കൊടുക്കുക. മൈനസ് 1925. അടുത്ത പ്രോബ്ലം നോക്കുക. ഇവിടെ കുറേ സംഖ്യകളുണ്ട്. അപ്പം നമുക്ക് ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിൽ ഏറ്റവും ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഇതാണ്, ബാർ ബ്രാക്കറ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടണം, 5ഉം 4ഉം കൂടെ കൂട്ടണം. അതിവിടെ 5 4 9 എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഈ സിംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ 7 പ്ലസ് 9 ഇൻറ്റു 3 ആണ്. ആ 3 ഈ ഗുണനം ആണ് ആദ്യം ചെയ്യേണ്ടത്. അഡീഷന് മുമ്പിൽ മൾട്ടിപ്ലിക്കേഷനാണല്ലോ വേണ്ടത്. 3 27, അതിവിടെ എഴുതിയിരിക്കുന്നു. 7 പ്ലസ് 27 34. ബാക്കിയെല്ലാം സെയിം ആണ്, ബാക്കിക്കൊന്നും മാറ്റമില്ല. ഉള്ളിലത്തെ ബ്രാക്കറ്റിൻ്റെ ഓർഡറിൽ സോൾവ് ചെയ്ത് പോകുന്നു. അപ്പം 34. ഈ ബ്രാക്കറ്റിന് ഉള്ളിലത്തെ മൈനസ് കൊണ്ട് ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈനസ് 34 ഇവിടെ എഴുതാം. അവിടെ 6 മൈനസ് 34 മൈനസ് 28. ബാക്കിക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ 2 പ്ലസ് മൈനസ് 28 മൈനസ് 1 ആണ്. അപ്പോൾ 2 പ്ലസ് മൈനസ് 28 പ്ലസിന് മൈനസ് 1 ഗുണിച്ചാൽ മൈനസ് 2 മൈനസ് 28 മൈനസ് 1 ആയിരിക്കണം 9. 2 മൈനസ് 2 മൈനസ് 28 മൈനസ് 1 20 മൈനസ് 28 മൈനസ് 1 മൈനസ് 29. അപ്പോൾ 2 മൈനസ് 29. ഇത് മൈനസ് ആണല്ലോ. ഇത് രണ്ടും 28 കുറയ്ക്കണം.
അപ്പോൾ ഈ മൈനസ് സംഖ്യകൾ തമ്മിൽ കൂട്ടി -29. മനസ്സിലായില്ലേ? -28 -1 അപ്പോൾ -29. അപ്പോൾ 2 - 29 -27. അപ്പോൾ 3 - -27 3 + 27 ആയിരിക്കണം 9.